അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം എക്സ്പീരിയൻസ് വീഡിയോ കൂടാതെ തന്നെ അനാട്ടമി പഠിക്കാനുള്ള കുറച്ച് ടിപ്സും ഇത് ചേർത്ത് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും പറയാവുന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൈക്കോളജി സോഷ്യോളജിയും പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ഐഡിയാസും അതുപോലെ തന്നെ എൻ്റെ ആ ഒരു സൈക്കോളജി സോഷ്യോളജി പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അപ്ലൈഡ് സോഷ്യോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്ലൈഡ് സോഷ്യോളജി ഫോർ നഴ്സസ് ആർ ശ്രീവാണി എന്ന് പറഞ്ഞ ഓതറിന്റെ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 5th എഡിഷൻ ആണ്. ഈ ടെക്സ്റ്റ് ബുക്ക് ആണ് ഞാൻ സൈക്കോളജിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്ലൈഡ് സോഷ്യോളജി ഫോർ BSc നഴ്സിംഗ് സ്റ്റുഡൻസ്, വരീന്ദർ കൗർ, വിഷൻ ഹെൽത്ത് സയൻസ് പബ്ലിഷേഴ്സ്. ഇതിന്റെ എഡിഷൻ 2000. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് എഡിഷൻ തന്നെയാണ് കേട്ടോ. അതിന്റെ ഒരു റീപ്രിന്റ് 2022 വന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ ഇത് രണ്ടുമായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ്. പേഴ്സണലി പറയാനാണെങ്കിൽ ശരിക്കും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. പ്രത്യേകിച്ച് സോഷ്യോളജി നല്ല അടിപൊളി ടെക്സ്റ്റ് ബുക്ക് ആണ്. സൈക്കോളജി പിന്നെ കുറച്ചും കൂടെ ഒരു ഡ്രൈ സബ്ജക്ട് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പഠിക്കാനായിട്ട് ഏറ്റവും പാടുള്ള ഒരു സബ്ജക്ട് അനാട്ടമി ആയിരുന്നു. പക്ഷെ എന്റെ എക്സാമിലോട്ട് വന്നപ്പം എനിക്ക് ഏറ്റവും പാടുണ്ടായിരുന്ന സബ്ജക്ട് സൈക്കോളജി ആയിരുന്നു. സൈക്കോളജിയുടെ എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോഴായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ, ഞാൻ തോറ്റുപോകുന്നു. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് കുഴപ്പമില്ല അല്ലെ, വലിയ സീൻ കാണത്തില്ല, നമ്മൾ വിട്ടേക്കുന്ന സബ്ജക്ട് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ പാടായിട്ട് വരിക. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ഇനി പേഴ്സണലി ഈ 2 സബ്ജക്ട്സിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം സോഷ്യോളജി ആണ്. സോ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഇഷ്ടം അത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏറ്റവും നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു സബ്ജക്ട് പഠിക്കുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു സബ്ജക്ട് എങ്കിലും ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് 2 ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് മാക്സിമം അടിപൊളിയായിട്ട് ആ ഒരു സബ്ജക്ട് പഠിക്കുക. പിന്നെ മറ്റേ സബ്ജക്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം പഠിക്കുക. ഇപ്പൊ എന്റെ കേസിൽ പറയാനാണെങ്കിൽ ഞാൻ സോഷ്യോളജി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈക്കോളജി എനിക്ക് അത്രയ്ക്ക് നന്നായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറയുന്ന പോലെ തന്നെ എക്സാമിന് സൈക്കോളജി എനിക്ക് നല്ല പാടുമായിരുന്നു. 1 വേർഡ് ഒക്കെ ഇങ്ങനെ സീനായിരുന്നു കേട്ടോ. 1 വേർഡ് നല്ല, എനിക്ക് ഞാൻ ഇത്രയും നാള് പഠിച്ചതിൽ ഇപ്പൊ ഞാൻ 5th സെം ആണ്, എനിക്ക് ഏറ്റവും 1 വേർഡ് പാടായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഫസ്റ്റ് സെമ്മിലെ സൈക്കോളജിയുടെ ആയിരുന്നു. ശരിക്കും അത്രയ്ക്ക് പാടായിരുന്നു കേട്ടോ. ഉത്തരങ്ങളൊന്നും അറിയത്തില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഒരു സബ്ജക്റ്റിനെ അവഗണിച്ച് വിടാനായിട്ട് പാടില്ല. നമുക്ക് ചിലപ്പോൾ പാടായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്തത് പാടായിട്ടൊക്കെ വരാം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ എല്ലാം പഠിക്കുക. പിന്നെ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഒരു സിലബസ് എടുത്തു വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഇതിപ്പോ ഈ ടെക്സ്റ്റ് ബുക്ക് തപ്പിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കേട്ടോ. എന്റെ ഫസ്റ്റ് സെമ്മിലെ ആ ഒരു സിലബസ് പ്രിന്റ് എടുത്തതാണ്. അപ്പൊ ഇതുപോലെ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് പഠിച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതിൽ പഠിച്ച ടോപ്പിക്സ് നമുക്ക് ടിക്ക് ചെയ്തൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സിലബസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പൊ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. സോ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് അനാട്ടമി ഫിസിയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഒരു ഹെഡിങ് വന്നു, ആ ഒരു സബ് ഹെഡിങ്സ് നമ്മൾ എഴുതി ആ സബ് ഹെഡിങ്സിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അനാട്ടമി ഫിസിയോളജി ഒക്കെ എഴുതാനായിട്ട് പറ്റൂ. ഇപ്പൊ ബ്ലഡ് സപ്ലൈ എന്നൊരു സബ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഏതാണ് ആർട്ടീരിയൽ സപ്ലൈ ഏതാണ് വീനസ് സപ്ലൈ നമ്മൾ പഠിച്ചു വെക്കണ്ടേ. നമുക്ക് അല്ലാണ്ട് എഴുതാൻ തീരെ പറ്റില്ല. അപ്പൊ അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ സൈക്കോളജി സോഷ്യോളജിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു സബ് ഹെഡിങ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ എഴുതാനായിട്ട് പറ്റും. സോ ഇവിടെ ഒരു പ്രധാന ഗുണം അത് തന്നെയാണ്. നിങ്ങൾ സബ് ഹെഡിങ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത് ചിലപ്പം നമ്മളിപ്പം ഫാമിലിയെ പറ്റിയിട്ട് എഴുതാൻ പറയുന്നു, അപ്പം അതിനകത്തിപ്പം ഫങ്ഷൻസ് ഓഫ് ഫാമിലി കാണും. ഇപ്പൊ ഒരു 7 or 8 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു 7 or 8 ഫംഗ്ഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിന് ഉള്ളിൽ വരുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചതിന് ശേഷം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ ഞാനത് മലയാളത്തിൽ പഠിച്ചു വെക്കും, എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി വെക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഒക്കെ അറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അയ്യോ ഞാൻ ആ പോയിന്റ് മറന്നുപോയല്ലോ എന്നുള്ള സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. സോ ആ ഒരു ട്രിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പം ഈ ഒരു എക്സാമിന് മാത്രമല്ല ഇനി അങ്ങോട്ട് വരുമ്പോഴും ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. അത്യാവശ്യം ഞാൻ അങ്ങനെയൊക്കെയാണ്
പഠിക്കുന്നത്. എനിക്കല്ലാണ്ട് ഈ കാണാതെ പഠിക്കണേ എനിക്ക് അറിയത്തില്ല സത്യം പറയാൻ. നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കാണാതെ പഠിക്കുന്ന അവിടെ അതുപോലെ പോയിട്ട് എഴുതി വെക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കഴിവില്ലാത്തവരുണ്ടല്ലോ, അപ്പം അവർക്ക് പറ്റുന്നൊരു ഐഡിയ ഇത് തന്നെയാണ്. മലയാളത്തിൽ പഠിച്ചു വെക്കുക, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നമ്മൾ വാരി വലിച്ച് പഠിക്കുന്നുമില്ല എന്നാൽ നമുക്ക് പഠിച്ചു വെച്ചതിൽ നിന്ന് നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് സൈക്കോളജിയിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യോളജിയിലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം അപ്പൊ അറിയാനായിട്ട് പറ്റും. പിന്നെ സിലബസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പിക്കാം. മാക്സിമം ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയം കളയാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാണ്ട് എക്സാമിന് പോവാം. അത്യാവശ്യം സിലബസ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര പാടൊന്നും ആയിരിക്കത്തില്ല ഒരിക്കലും എക്സാം. പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനൊക്കെ പറ്റും. അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സാം കഴിയുന്നവരെ ടെൻഷൻ അടിക്കും. മോശമായിട്ട് എഴുതിയെങ്കിൽ പിന്നെ റിസൾട്ട് വരുന്നത് വരെയും ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സോഷ്യോളജിയിലോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യോളജി ആയിക്കോട്ടെ സൈക്കോളജി ആയിക്കോട്ടെ, നിങ്ങൾ അതിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് പോകണം. എന്താണ് സോഷ്യോളജി, ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി. ഉറപ്പായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അനാട്ടമി ഫിസിയോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കും. അപ്പം അത് റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ നമ്മൾ സൈക്കോളജി സോഷ്യോളജിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് പ്രീവിയസിൽ ചോദിച്ചത് തന്നെ നമുക്ക് ചോദിക്കാമെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഈ പറയുന്ന ഞാനും പ്രീവിയസ് ഒക്കെ നോക്കിക്കൊണ്ട് പോയ ആളായിരുന്നു സൈക്കോളജിയിലും സോഷ്യോളജിയിലും. പക്ഷെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ റിപ്പീറ്റ് അടിച്ചൊന്നും അല്ല ചോദിച്ചത്. പക്ഷെ അനാട്ടമിയിലും ഫിസിയോളജിയിലും റിപ്പീറ്റ് അടിച്ച് പ്രീവിയസ് ഇയർ ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. അപ്പം എന്ത് ചെയ്യുക, പ്രീവിയസ് മാത്രം പഠിച്ചുകൊണ്ട് പോയി ജയിക്കാം ആ ഒരു മൈൻഡ് സെറ്റിലൊന്നും ആരും പോകാനായിട്ട് പാടില്ല. സോഷ്യോളജി സൈക്കോളജിയും സിലബസ് എടുത്ത് വെച്ച് തന്നെ പഠിക്കണം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ വരുവാണെങ്കിൽ സോഷ്യോളജിയിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നേച്ചർ ഓഫ് സോഷ്യോളജി, സ്കോപ്പ് ഓഫ് സോഷ്യോളജി, ഇതൊക്കെ എസ് ആയിട്ട് ചോദിക്കുന്ന, മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ആരും മിസ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യോളജി ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പൊ ആ ഒരു ചോദിക്കുന്ന സമയത്ത് ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ ഒരു കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ helps to understand the society in a scientific way, അതാണ് ഒരു പോയിന്റ്. അതുപോലെ തന്നെ helps to understand the psychosocial problems of the society, രണ്ടാമത്തെ പോയിന്റ്. അങ്ങനെ ഇപ്പൊ ഇതിൽ നോക്കാനാണെങ്കിൽ 1, 2, 10 പോയിന്റ് ആണ് ഇതിലിപ്പോ ഉള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു 10 പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കി മലയാളത്തിൽ വെക്കുക, സ്വന്തം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ഒരു ടെക്നിക്ക്. മാർക്ക് കിട്ടാണ്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ഹെഡിങ്സ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതിലും കൂടെ നമ്മൾ ഉടായ്പ് കാണിക്കാന്ന് വിചാരിക്കില്ല. മാക്സിമം നല്ല രീതിയിൽ ഹെഡിങ്സ് ഒക്കെ പഠിക്കുക. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ സോഷ്യോളജി എനിക്കൊന്ന് 7 ചാപ്റ്റർ എന്തോ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 7 ചാപ്റ്റർ ആണ്. ശരിക്കും പഠിക്കാനാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പഠിച്ച് മാറ്റി വെക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി. സോ നിങ്ങൾ ആ ഒരു 7 ചാപ്റ്റർ, 7 ചാപ്റ്ററും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റും. ബിക്കോസ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് അത്യാവശ്യം നമ്മളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന സോഷ്യൽ പ്രോബ്ലംസും, അതുപോലെ തന്നെ മാരേജ്, ഫാമിലി, ടൈപ്സ് ഓഫ് മാരേജ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫാമിലി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റ് ആണ്. ഇനി സൈക്കോളജിയിലോട്ട് വരുമ്പം എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ബിക്കോസ് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു സൈക്കോളജി ആയിരുന്നില്ല പഠിക്കാനായിട്ട് വന്നപ്പം. കുറച്ചങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പറ്റുന്നത് പോലെ പഠിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ഹെഡിങ്സ് പഠിച്ചു വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചിട്ട് ഇവിടെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, 6th ചാപ്റ്റർ. അതിൽ അറ്റൻഷൻ, പെർസെപ്ഷൻ, ഇന്റലിജൻസ്, ലേണിംഗ്, മെമ്മറി, തിങ്കിങ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എന്തോ അറ്റൻഷൻ സംതിങ് ആണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മെമ്മറി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷണൽ പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ മോട്ടിവേഷൻ ആയിരുന്നു. ഡിഫൈൻ മോട്ടിവേഷൻ, എക്സ്പ്ലെയിൻ 3 തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ശരിക്കും ഈ ചാപ്റ്റർ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എക്സാം എഴുതുന്ന ആ ഒരു 2.5 മണിക്കൂറാണ് നമ്മൾ പാസ് ആവണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് പോകുന്നു. എന്നാൽ പോലും ആ ഒരു എക്സാം ഹാളിൽ കയറി നമ്മൾ
ടെൻസ്ഡ് ആയിട്ട് സമയത്ത് നമുക്ക് എഴുതി തീർക്കാൻ പറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആ ഒരു എക്സാമിൽ ഫെയിലിയർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ എല്ലാം പഠിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അത് യൂസ്ഫുൾ ആയോ? ഇല്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് അറിയത്തില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എഴുതി വെക്കണം. ശരിക്കും ഞാനൊന്ന് എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. നിങ്ങൾ അറിയത്തില്ല അല്ലെ അവിടെ പേടിച്ചു പോകാനായിട്ട് പാടില്ല. നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് നമ്മൾ ശ്രമിക്കുക. എന്തായാലും നമ്മൾ പഠിച്ചില്ല, പഠിക്കാത്ത ചോദ്യം വന്നു, ഇനിയിപ്പോ അയ്യോ എനിക്ക് അറിയത്തില്ല ഞാൻ എഴുതാണ്ടിരുന്ന അങ്ങനെ ചിന്തിക്കാണ്ട് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റണ പോലെ എഴുതാം, ഞാൻ എഴുതി എനിക്ക് മാർക്ക് കിട്ടിയാലോ എന്ന് ചിന്തിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. എന്ന് വെച്ചിട്ട് ഓക്കെ അപ്പം നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിട്ടൊക്കെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതി വെക്കുക. തീരെ അറിയത്തില്ലെങ്കിലുള്ള ഓപ്ഷനാണ്. ബിക്കോസ് ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ, മേ ബി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറയണം എന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ ആ ഒരു കാര്യം കൂടെ പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. സൈക്കോളജി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ എല്ലാവരും ടൈം മാനേജ് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറ്റുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ കമന്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.